തന്നെ അസോർട്ടഡ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് നമ്മുടെ തന്നെ ഇൻഹൗസ് പ്രൊഡക്ഷനിലുള്ള കുർത്തിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഡിഫറെന്റ് ഡിസൈൻസിലാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം സൈസ് ഒന്നാണ്, ലാർജ് സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈസ് പറയുമ്പോൾ ചെറുതായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ചെസ്റ്റിന്റെ സൈസ് വരുന്നത് 40 ആണ്, ഫുൾ ലെങ്ത് 48 ആണ്. അപ്പൊ ഞാൻ 44ഉം 45ഉം ലെങ്ത് ഉള്ള കുർത്തികൾ ഇടുമ്പോൾ കുറെ പേര് കമന്റ് ചെയ്യണ കാണാറുണ്ട് 47 എങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ തന്നെ ചെയ്ത കുർത്തികളുടെ കളക്ഷൻ ആണിത്. 48 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്ര ലെങ്ത് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഒറ്റ സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഡിസൈൻസും ആണ് കേട്ടോ. ഒരേ പാറ്റേണിലാണ്. ഇതിന്റെ എന്താ പറയാ, പാറ്റേൺ ഒന്നാണ്, കളറും എല്ലാം ഡിഫറെന്റ് ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന കാംബ്രിക് കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 599 ആണ്. അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു കുർത്തിയുടെ കളക്ഷൻ ആണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തും വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്തി തന്നെയാണ്. ഇത് നമ്മുടെ ആ ഒരു കാംബ്രിക് കോട്ടണിൽ തന്നെ വന്നിരുന്ന അജ്രക് ഡിസൈനിലുള്ള ഒരു കുർത്തി. നേവി ബ്ലൂ കളറിനകത്തേക്ക് ഒരു മെറൂണിഷ് കളറിലുള്ള ഒരു ജാലി പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ നെക്കിന്റെ ആ പാർട്ടിലും നമ്മൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിന്റെയും നെക്ക് വരുന്നത് വി കട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുർത്തിയുടെ ഒരു പ്രൊഡക്ഷനിലേക്ക് ചെറുതായിട്ടൊന്ന് കാല് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ഓരോന്നോരോന്ന് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി മറ്റേ ഡിസൈൻസ് ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഫാബ്രിക് കാന്താവർക്കിലാണ് വരുന്നത് കേട്ടോ. ഇത് പ്രിന്റ് അല്ല, കാംബ്രിക് തന്നെ കാന്താവർക്കിലുള്ള ഫാബ്രിക്കിലുള്ള കുർത്തിയാണ്. റെഡ് കളറിനകത്തേക്കാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് അജ്രക് സ്റ്റൈലിലുള്ള ഡിസൈൻ ആണ് കേട്ടോ. ബ്ലാക്കും റെഡും കൂടെ ആയിട്ടുള്ള കളറിലാണ് വരുന്നത്. പിന്നെയുള്ളത് ബ്ലാക്കിനകത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈൻ, ഒരു ഗ്രീൻ കളറിലുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. എല്ലാത്തിന്റെയും നെക്കിന്റെ സൈഡിലും സ്ലീവിന്റെ എൻഡിലും നമ്മൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള പ്രിന്റ് പോലെ ബ്ലാക്കിനകത്തേക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ലൈൻ പാറ്റേണിൽ പോകുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. ബ്ലാക്കും ഓഫ് വൈറ്റ് കളറിലുമുള്ള പ്രിന്റ് ആണ് ഇതിനകത്ത് പോകുന്നത്. നെക്സ്റ്റ് ബ്ലൂ കളറിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇക്കട്ട് സ്റ്റൈലിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. പിന്നെയുള്ളതൊരു ഗ്രീൻ കളറിനകത്തേക്ക് ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിന്റ് ആണ്. പിന്നെയുള്ളത് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ടോണിലേക്കാണ്. ഇതൊരു കാന്താവർക്കിലുള്ള കുർത്തിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ അസോർട്ടഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ കളറിലേക്കാണ്. സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ടൈ ആൻഡ് ഡൈയുടെ ഒരു പ്രിന്റ് പോലത്തെ പ്രിന്റ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്യുവർ ജയ്പൂർ കോട്ടണിലുള്ള കുർത്തിയുടെ കളക്ഷൻ ആണ്. നമ്മൾ ജയ്പൂരിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ റണ്ണിങ് ഫാബ്രിക്കിന്റെ ചെയ്യുന്ന ആ സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 599 വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ ഇതിന്റെ സെയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്.